തോ ബഷ്ലോം ലെഹെർഗോ അസീറോയോ ദിലേശോനോ സുറിയോയോ. സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ 10ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഓലാഫ്, ലോമാദ് എന്നീ അക്ഷരങ്ങളുടെ ഒന്നിച്ചു വരുമ്പോഴുള്ള ചില രൂപങ്ങളാണ് ആദ്യം പഠിക്കുന്നത്. അതിനുശേഷം വാവ്, ഹേ, യൂദ് എന്നീ 3 അക്ഷരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഏതാനും ഉച്ചാരണ നിയമങ്ങളും ആണ് ഇന്നത്തെ ക്ലാസ്സിൽ പ്രതിപാദിക്കുന്നത്. ഓലാഫും ലോമാദും ഒന്നിച്ചു വരുമ്പോൾ ആദ്യം ഓലാഫ് വരുന്നു, രണ്ടാമത് ലോമാദ് വരുന്നു. അപ്പോൾ രണ്ടാമത്തെ അക്ഷരമായ ലോമാദ് ചെരിഞ്ഞ അക്ഷരമാണ്, ആദ്യത്തെ അക്ഷരമായ ഓലാഫ് നേരെയുള്ള അക്ഷരമാണ്. അപ്പോൾ ഈ 2 അക്ഷരങ്ങൾ ഒന്നിച്ചു വരുമ്പോൾ ആദ്യത്തെ അക്ഷരമായ ഓലാഫ് ലോമാദിനെ പോലെ ചെരിയുന്നു. അപ്പോൾ രണ്ടാമത്തെ അക്ഷരം ആദ്യത്തെ അക്ഷരത്തെ സ്വാധീനിക്കുന്നു. ഇത് ഓലാഫ്, ലോമാദ് എന്നീ അക്ഷരങ്ങൾ എഴുതുമ്പോൾ അത് ഒറ്റ അക്ഷരമായിട്ട് മാറുന്നു. നേരെ നിൽക്കുന്നവനായ ഓലാഫ് ചെരിഞ്ഞവനായ ലോമാദിനോട് ചേരുമ്പോൾ ഓലാഫും ചെരിഞ്ഞവനാകുന്നു. ലിഗേച്ചർ ഓഫ് ഓലാഫ് ആൻഡ് ലോമാദ്. Olaf comes first, then Lomad is added to it. ഈ പദം ശ്രദ്ധിക്കുക. ആദ്യത്തെ അക്ഷരം ഓലാഫ്. ഈ ഓലാഫ് ലോമാദിനോട് ചേർന്നപ്പോൾ ചെരിഞ്ഞു. രണ്ടാമത്തെ അക്ഷരം ലോമാദ്, മൂന്നാമത്തെ അക്ഷരം ഹേ. ആ ലോ ഹോ. ഓലാഫ്, ലോമാദ്, ഹേ, ഓലാഫ്. ആലോഹോ. ഒരു ഉദാഹരണം കൂടി. ഓലാഫ്, ലോമാദ്, വാവ്. ഓലാഫിന് എ, ലോമാദിന് ഉ. ഏലു. ഓലാഫും അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ലോമാദും വന്നിരിക്കുന്നു. ഓലാഫ് ലോമാദിനെ പോലെ ചെരിഞ്ഞുപോയി. ഇനിയും ലോമാദ് ആദ്യവും ഓലാഫ് രണ്ടാമതും വരുമ്പോഴുള്ള രൂപം. ഇവിടെ ചെരിഞ്ഞവനായ ലോമാദ് ഓലാഫിനെ പോലെ നേരെയാകുന്നു. ഇപ്പോൾ രണ്ടാമത് വരുന്നത് ഓലാഫാണ്. രണ്ടാമത്തെ അക്ഷരം ഒന്നാമത്തെ അക്ഷരത്തെ സ്വാധീനിച്ച് അവൻ്റെ രൂപം മാറ്റുന്നു. അപ്പോൾ ജന്മന ചെരിഞ്ഞവനായ ലോമാദ് ഓലാഫിൻ്റെ കൂടെ കൂടിയപ്പോൾ നേരെയുള്ളവനായിട്ട് മാറുന്നു. ലിഗേച്ചർ ഓഫ് ലോമാദ് ആൻഡ് ഓലാഫ്. ലോമാദ് കംസ് ഫസ്റ്റ്, then comes ഓലാഫ്. ഉദാഹരണം നോക്കാം. മീം, മീം, ലോമാദ്, ഓലാഫ്. മംലോ, മംലോ. ഒരു ഉദാഹരണം കൂടി. ഗോ ബൂ ലോ, ഗോബൂലോ. ഇനിയും 2 ലോമാദ് ഒന്നിച്ചു വരുമ്പോഴുള്ള സംയുക്ത രൂപം. ഇത് ലോമാദും ഓലാഫും അല്ല, 2 ഓലാഫ് ഒന്നിച്ചു വരുമ്പോഴുള്ള രൂപമാണ്. ലിഗേച്ചർ ഓഫ് ലോമാദ് ആൻഡ് ലോമാദ്. ഉദാഹരണം ശ്രദ്ധിക്കുക. മീം, ലോമാദ്, ലോമാദ്. മാലേൽ. ഒരു ഉദാഹരണം കൂടി. ഹാ
ലേ ലൂ യാ, ഹാലേലൂയാ. അവസാനത്തെ ഹേ ഉച്ചരിക്കുന്നില്ല. ഹാലേലൂയാ. ഹേ ലോമാദ് ലോമാദ്. ഇനിയും വാവ് ഹേ യൂദ് എന്നീ 3 അക്ഷരങ്ങളുമായി ബന്ധപ്പെട്ട 4 ഉച്ചാരണ നിയമങ്ങളുണ്ട്. അവ ഓരോന്നായി പരിശോധിക്കാം. ഇതിൻ്റെ പ്രത്യേകത, വാവ് ഹേ യൂദ് എന്നീ അക്ഷരങ്ങൾ ഒന്നിച്ച് ഒരു ബ്ലോക്കായിട്ടാണ് വരുന്നത്. വാവ് ഹേ യൂദ്. ആ എന്ന സ്വരത്തിന് ശേഷം വാവ് ഹേ യൂദ് എന്നീ അക്ഷരങ്ങൾ ഈ ക്രമത്തിൽ ഒന്നിച്ചു വന്നാൽ അത് ആവ് എന്ന് ഉച്ചരിക്കുന്നു. ആവ്. വാവ് ഹേ യൂദ് എന്നീ അക്ഷരങ്ങൾ ആ എന്ന സ്വരത്തിന് ശേഷം വരുമ്പോൾ ആവ്. The letters vav, he and yud follow the vowel a are pronounced as av. ഉദാഹരണം ശ്രദ്ധിക്കുക. നൂനാവ്. ഇവിടെ ആ എന്ന സ്വരത്തിന് ശേഷം വാവ് ഹേ യൂദ് എന്നീ 3 അക്ഷരങ്ങൾ ഒന്നിച്ച് വന്നിരിക്കുന്നു. അവിടെ ഹേ എന്ന അക്ഷരവും യൂദ് എന്ന അക്ഷരവും നിശബ്ദമായി. വാവ് എന്ന അക്ഷരം മാത്രമാണ് ഉച്ചരിക്കുന്നത്. നൂനാവ്. ഇനിയും രണ്ടാമത്തെ നിയമം, വാവ് ഹേ യൂദ് എന്നീ അക്ഷരങ്ങളുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ഉച്ചാരണ നിയമം. ഊ എന്ന സ്വരത്തിന് ശേഷം വരുന്ന വാവ് ഹേ യൂദ് ഊയ് എന്ന് ഉച്ചരിക്കുന്നു. അപ്പോൾ ഈ 3 അക്ഷരങ്ങൾ വാവ് ഹേ യൂദ് ഇവ ഒന്നിച്ചു വരും. ഒറ്റ ബ്ലോക്കായിട്ട് ഒന്നിച്ചു വരും. ഊയ്. The letters vav he yud follow the vowel u are pronounced as ooy. ooy. ഉദാഹരണം ശ്രദ്ധിക്കുക. നൂനൂയി. ഇവിടെ ഹേ എന്ന അക്ഷരം നിശബ്ദമാകുന്നു. ഊ എന്ന സ്വരത്തിന് ശേഷം വരുന്ന വാവ് നിശബ്ദമാണ്. പിന്നീട് ഹേ എന്ന അക്ഷരവും നിശബ്ദമാകുന്നു. അപ്പോൾ നൂനൂയി. ഇതൊരു സാങ്കല്പിക പദമാണ്. ഒരു ഉദാഹരണത്തിന് വേണ്ടി സൃഷ്ടിച്ചെടുത്ത ഒരു പദമാണ്. ഇതിൻ്റെ അർത്ഥം അങ്ങനെയില്ല. ഒരു സാങ്കല്പിക സൃഷ്ടിച്ചെടുത്ത പദം മാത്രമാണ്. ഉദാഹരണത്തിന് വേണ്ടി നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു വാക്ക്. എല്ലാം ഈ നൂനോ എന്ന വാക്കുമായി ബന്ധിപ്പിച്ച് എഴുതുന്നു. അത് ഓർത്തിരിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി മാത്രം. മൂന്നാമത്തെ നിയമം, വാവ് ഹേ യൂദ് എന്നീ അക്ഷരങ്ങൾ ഈ എന്ന സ്വരത്തിന് ശേഷം വരുമ്പോൾ ഉള്ളത്. ഇത് മൂന്നാമത്തെ നിയമമാണ്. ഈ എന്ന സ്വരത്തിന് ശേഷം വരുന്ന വാവ് ഹേ യൂദ് ഈവ് എന്ന് ഉച്ചരിക്കുന്നു. The letters vav he yud follow the vowel e are pronounced as eve. ഉദാഹരണം നൂനീവ്. ഇവിടെ ഈ എന്ന സ്വരത്തിന് ശേഷം വരുന്ന യൂദ് സ്വാഭാവികമായി തന്നെ ഉച്ചരിക്കുന്നില്ല. പിന്നീട് വാവ് മാത്രമാണ് ഉച്ചരിക്കുന്നത്. ഹേയും യൂദും ഉച്ചരിക്കുന്നില്ല. നൂനീവ്. നാലാമത്തെ നിയമം, വാവ് ഹേ യൂദ് എന്നീ അക്ഷരങ്ങളുമായി ബന്ധപ്പെട്ട നാലാമത്തെ ഉച്ചാരണ നിയമം. എ എന്ന സ്വരത്തിന് ശേഷം വരുന്ന വാവ് ഹേ യൂദ് ഏവ് എന്ന് ഉച്ചരിക്കുന്നു. ഏവ്. The letters vav he yud follow the vowel a are pronounced as
ഏവ്. ഉദാഹരണം നൂനേവ്. എ എന്ന സ്വരത്തിന് ശേഷം വരുന്ന യൂത് സ്വാഭാവികമായി ഉച്ചരിക്കുന്നില്ല, വാവ് ഉച്ചരിക്കുന്നു. ഹേയും യൂതും ഉച്ചരിക്കുന്നില്ല. നൂനേവ്. ഇനിയും നമുക്ക് കുറച്ച് വാക്കുകൾ കൂടി പരിശോധിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കോഫ്, ലോമാദ്, മീം, നൂൻ ഇതൊക്കെ ചേർത്തിട്ടുള്ള വാക്കുകൾ. ഇത് ആദ്യത്തെ അക്ഷരം കോഫ്, രണ്ടാമത്തേത് ലോമാദ്, മൂന്നാമത്തേത് ബേത്ത്, അവസാനത്തേത് ഓലാഫ്. കൽബോ, കൽബോ. ആദ്യത്തെ അക്ഷരം നൂൻ, സ്വരം ഊ, പിന്നീട് വാവ്, നൂൻ, സ്വരം ഓ, ഓലാഫ്. നൂനോ, നൂനോ. ആദ്യത്തെ അക്ഷരം ബേത്ത്, സ്വരം ഊ, വാവ്, മീം, സ്വരം ഓ, ഓലാഫ്. ഭൂമോ. ആദ്യത്തെ അക്ഷരം മീം, സ്വരം ആ, രണ്ടാമത്തെ അക്ഷരം ലോമാദ്, അവസാനത്തെ അക്ഷരം ഖോഫ്, സ്വരം ഓ, അവസാനത്തെ അന്ത്യാക്ഷരം ഓലാഫ്. ഉച്ചാരണമില്ല, പരിഗണിക്കപ്പെടുന്നില്ല ഉച്ചാരണത്തിൻ്റെ സംബന്ധിച്ചിടത്തോളം. മൽക്കോ. ആദ്യത്തെ അക്ഷരം ലോമാദ്, സ്വരം ഈ, രണ്ടാമത്തെ അക്ഷരം ലോമാദ്, മൂന്നാമത്തെ അക്ഷരം യൂദ്, സ്വരം ഓ. ലിൽ യോ, ലിൽ യോ, ലിലിയോ. ആദ്യത്തെ അക്ഷരം നൂൻ, സ്വരം ഓ, രണ്ടാമത്തെ അക്ഷരം ഗോമാൽ, മൂന്നാമത്തെ അക്ഷരം ഹേ, സ്വരം ഓ, അന്ത്യാക്ഷരം ഓലാഫ്. നൊഗ് ഹോ, നൊഗ് ഹോ. ആദ്യത്തെ അക്ഷരം തേത്ത്, രണ്ടാമത്തേത് മീം, സ്വരം ഓ, മൂന്നാമത്തേത് നൂൻ, നാലാമത്തേത് യൂദ്, സ്വരം ഓ, അന്ത്യാക്ഷരം ഓലഫ്. ത് മുൻയോ, ത് മുനിയോ. മീം, ആ, ദോലാത്ത്, നൂൻ, ഹേത്ത്, ഓ, ഓലാഫ്. മദ് ഹോ, മദ് ഹോ. മീം, എ, നൂൻ. മെൻ, മേൻ എന്നാണ് നിയമം അനുസരിച്ച് വായിക്കേണ്ടത്. പക്ഷേ ഇത് പൊതുനിയമത്തിൽ നിന്നുള്ള വ്യത്യസ്തമായൊരു പദമാണ്. പൊതുവെ മെൻ എന്നാണിത് വായിക്കുന്നത്. മീം, എ, തേത്ത്, ഊ, ലോമാദ്. മേത്തൂൽ, മേത്തൂൽ. കോഫ്, ഊ, ലോമാദ്. കൂൽ, കൂൽ. ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് നിയമങ്ങളാണ്. ഓലാഫ്, ലോമാദ് എന്നിവ ഒന്നിച്ചു വരുമ്പോഴുള്ള രൂപങ്ങൾ, വാവ്, ഹേ, യൂദ് എന്നീ അക്ഷരവുമായി ബന്ധപ്പെട്ട 4 നിയമങ്ങൾ, പിന്നീട് കുറച്ച് അക്ഷരങ്ങൾ. തൗദി, സാഗി. വളരെയധികം നന്ദി. താങ്ക്സ് എ ലോട്ട്.